ഗാനം ദേവഗാനം അഭിലാഷഗാനം മനസ്സ് വീണയിൽ പാട്ടൊക്കെ പാടുമല്ലേ? പാടുവോന്നോ? ഞങ്ങളുടെ അമ്പലത്തിലേ ഉത്സവത്തിന് ഭജന പാടുന്ന ആരാന്നാ? ആരാ? ഈ ഞാൻ. അയ്യോ വിശ്വസിക്കാൻ പറ്റണില്ല ചേട്ടാ. അതിശയായിരിക്കുന്നു. അയ്യോ ഇത് കള്ളമല്ല, വിശ്വസിക്കാം. ചേട്ടാ അവള് ചുമ്മാ ഒരു അതിശോക്തി പറഞ്ഞതാ. ആണോ? എന്നാലുവേ ഇത്രയും കഴിവുള്ള ഈ ചേട്ടൻ എന്താ ഇങ്ങനെ ഒരു കുക്കായിട്ട് അങ്ങ് ഒതുങ്ങി കൂടിയത്? അയ്യോ അങ്ങനെ വെറും കുക്കൊന്നും അല്ല. നിങ്ങൾ ഈ ആറന്മുള വള്ളസദ്യ എന്ന് കേട്ടിട്ടുണ്ടോ? ആറന്മുള വള്ളസദ്യ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവിടെ പോയി ഭക്ഷണം കഴിക്കണം. ചേട്ടൻ അതിന്റെ ഇൻചാർജ് ആണോ? ഞാനല്ല, എന്റെ വകയിലൊരു അമ്മാവനാ. ഞങ്ങളെ പാരമ്പര്യമായിട്ട് പ്രശസ്തരായ കുക്കുകളാ, പാചകക്കാരാ. ഈ പ്രശസ്തരായ സിനിമാ നടന്മാര്, മന്ത്രിമാര്, അങ്ങനെ പ്രശസ്തരായ ആൾക്കാരുടെ എല്ലാം വീട്ടിൽ പാചകത്തിൽ നിൽക്കുന്നേ ഞങ്ങളുടെ കുടുംബക്കാരാ. പിന്നെ എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ രക്ഷപ്പെടാതെ പോയിട്ടുള്ളൂ. അത് പിന്നെ എല്ലാ കുടുംബത്തിലും കാണുമല്ലോ ഒരു ഗതി പിടിക്കാത്തവൻ. ചേട്ടൻ പറയട്ടോ. പറഞ്ഞേക്കാണെന്ന് നേരമില്ല. മാഡത്തിനെ ജ്യൂസ് കൊടുക്കാൻ സമയമായി. ഈ വൈകിപ്പോയാലുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിറ്റ് വൈകാൻ പാടില്ല മാഡത്തിന്. ചേട്ടന് മാഡത്തിന് നല്ല പേടിയാന്ന് തോന്നുന്നല്ലോ. പേടിയോ? എനിക്കോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാ? പിന്നെ എനിക്ക് മാഡത്തിനെ പേടിയൊന്നുമില്ല. എനിക്ക് മാഡത്തിനെ നല്ല ആരെയും പേടിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാ മാഡത്തിനെ പേടിക്കുന്നത്? അങ്ങനെ ആരെയും പേടിച്ച് ജീവിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഇപ്പൊ തന്നെ മാഡം എനിക്ക് ആവശ്യത്തിന് റെസ്പെക്ട് തരുന്നതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പണ്ടേക്ക് കൊണ്ട് എന്റെ പണി നോക്കി പോയാനെ. അറിയോ? അയ്യോ എവിടെ ഇപ്പൊ മനസ്സിലായി ചേട്ടാ, ചേട്ടൻ മാഡത്തിന് തീരെ പേടിയില്ല. അത് പേടിയൊന്നും അല്ല മക്കളെ. പ്രായത്തിന് മൂത്തവരെ നമ്മൾ ബഹുമാനിക്കണമല്ലോ. അത് വേണം ചേട്ടാ. പക്ഷെ ചേട്ടൻ ഇപ്പൊ മാഡത്തിന്റെ അടുത്തേക്ക് പോകാതിരിക്കുന്ന നല്ലത്. അതെ അത് ശരിയാണ് ചേട്ടാ. ഞങ്ങൾ വെറുതെ ഒരു കുശലം ചോദിക്കാൻ വേണ്ടി പോയപ്പോ തന്നെ വൻ കലിപ്പ്. എനിക്കൊന്നേ മാഡത്തിന് ചെറിയ മൂഡ് സ്വിങ്സ് ഉണ്ടെന്നാ തോന്നുന്നത്. ചേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ശരിയാ, ഇല്ലെങ്കിൽ നമ്മളോട് ഇത്രയും ചൂടാവേണ്ട കാര്യമുണ്ടോ മാഡത്തിന്? അതെ മാഡം നിങ്ങളോട് ചൂടായതേ നിങ്ങൾ കുട്ടികളായതുകൊണ്ടാ. മാഡം എന്റെ അടുത്ത് അങ്ങനെ ചൂടാവില്ലല്ലോ. എന്നോട് മുഖം കറുപ്പിച്ചൊരു വാക്ക് പോലും പറയില്ലല്ലോ. സത്യം പറഞ്ഞാൽ മാഡത്തിന് എന്നെ ഒരു പേടിയുണ്ട്. ചേട്ടനെ കണ്ട ആർക്കാണെങ്കിലും ഒരു പേടി തോന്നും. ആക്കിയതാണോ? അയ്യോ അല്ലല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ ചേട്ടൻ്റെ ഈ ലുക്കും ആ ഗാംഭീര്യമൊക്കെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഒരു പേടി തോന്നത്തില്ലേടി? പിന്നെ ഉറപ്പായിട്ടും. പണ്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു. ഇതിക്കുള്ള ഗാംഭീര്യവും പൗരുഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഒരാറടി പൊക്കവും അതിനൊത്ത വണ്ണവും. ഇപ്പൊ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ലേ. ചെറുതായി പോയതായിരിക്കും അല്ലേ? എന്നാ തോന്നുന്നു. ചേട്ടാ ജ്യൂസ് തണുത്തോണ്ടിരിക്കുവല്ലേ, ചേട്ടൻ പോയി കൊടുക്കാന്നോ? അയ്യോ ഞാൻ വർത്താനം പറഞ്ഞതേ അതങ്ങ് മറന്നുപോയി. ഞാൻ പോയിട്ട് വരാവേ. നമുക്ക് പുറകെ പോയി നോക്കിയാലോ? ഇപ്പഴല്ല, ആദ്യം കിട്ടട്ടെ, എന്നിട്ട് നൈസായിട്ട് നമുക്ക് ചെല്ലാം. പണിയാണ്, എടുത്ത് പിഴിഞ്ഞ് ഉണക്കാനിടും. അല്ലെങ്കിൽ എന്നെ എന്തിനെ ചെയ്ത് വിളിക്കണം? ഞാൻ സ്നേഹത്തോടെ ജ്യൂസ് തരട്ടെന്നല്ലേ ചോദിച്ചോളൂ. അല്ലെങ്കിൽ പല നേരത്തെ പല സ്വഭാവം തള്ളയ്ക്കും. പോരട്ടെ തള്ള.